ഹായ്. ഇപ്പോൾ പറയുന്നത് യൂട്യൂബിൽ ഞാൻ ഹിറ്റാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു സംശയം പൊതുവായി എല്ലാവർക്കും ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു ഉത്തരം പറഞ്ഞ് പിരിയാമെന്ന് കരുതുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണ് വീഡിയോകൾ ഹിറ്റാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളെന്ന നിലയിൽ എനിക്ക് വരുന്ന നിർദ്ദേശങ്ങളും ഒക്കെ വെച്ച് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു പഠനവും വെച്ച് നോക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഹിറ്റാകുന്നത് ഒന്നുകിൽ മതമോ രാഷ്ട്രീയമോ ഉണ്ടായിരിക്കണം കണ്ടൻ്റായിട്ട്. അതൊരു പ്രധാന കാര്യമാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ വെച്ച് നോക്കുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നെങ്കിൽ അതിൽ മതമോ രാഷ്ട്രീയമോ ഉണ്ടായിരിക്കണം. മതമോ രാഷ്ട്രീയമോ ഉണ്ടായാൽ മാത്രം പോരാ. അതിന് നമ്മൾ പറയുമ്പോൾ അതിനൊരു ചേരി തിരിച്ച് വേണം പറയാനായിട്ട്. അതായത് കേൾക്കുന്ന ആളുകൾക്ക് അവനവൻ്റെ സൈഡ് പിടിക്കുവാൻ. അതായത് ഇപ്പോൾ ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു വശമായിരിക്കും എനിക്ക് താല്പര്യം, മറ്റൊരു വശം വേറെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വശത്തേക്കുന്ന ഞാൻ അപ്പുറത്ത് വശത്തേക്കുന്ന ആളോട് അത്ര രസത്തിലല്ലായിരിക്കും, എനിക്ക് ഇഷ്ടമില്ലായിരിക്കും ആ ആളെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു വീഡിയോ ഞാൻ കേൾക്കുമ്പോഴത്തേനും എനിക്ക് സൈഡാണെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. കാരണം ഞാൻ അയാളെ തെറി വിളിച്ചതിന് തുല്യമാണത്. ഇനി അതല്ല, എന്നെയാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗമാണ് ഈ വീഡിയോയിൽ മോശമായിട്ട് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ആളെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയണേ, പിന്നെ ഞാനത് ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും യൂട്യൂബിനും ആ വീഡിയോ ഇട്ട വ്യക്തിക്കും അത് ഗുണമാണ്. എന്നെ നല്ലത് പറഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്യും, കാണും, വൈറലാക്കും. എന്നെ ചീത്തത് പറഞ്ഞാലും ഞാനത് ഷെയർ ചെയ്യും, വൈറലാക്കും. എൻ്റെ ഇൻറ്റൻഷൻ രണ്ടാണെങ്കിലും ഈ വീഡിയോ ഞാൻ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബിനും കണ്ടൻറ് ഇട്ട ആൾക്കും ലാഭമാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് എനിക്ക് വരുന്ന നിർദ്ദേശങ്ങളും അങ്ങനെയാണ്. ഇങ്ങനെയുള്ള പണികൾ വീഡിയോകളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ വീക്ഷണം മാറും. ഞാൻ ഏറ്റവും ആധുനികമായ വീക്ഷണം ഉള്ള ആളാണ്. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇപ്പോൾ അങ്ങനെ പ്രേക്ഷകരില്ലാത്തത്. കാരണം ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷനിൽ നിന്ന് കുറച്ചുകൂടെ പഠിച്ച് ഇതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ മനസ്സിലാക്കി പുതിയ ഒരു രീതിയായ എൻ്റെ രീതിയിലോട്ട് ആൾക്കാർ എത്തിയെങ്കിലേ ഉള്ളൂ എൻ്റെ വീഡിയോകൾ ഹിറ്റാകത്തുള്ളൂ. അത് താമസിക്കാതെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണത്. അപ്പോൾ അതാണ് ഒരു കാര്യം എൻ്റെ വീഡിയോ ഹിറ്റാകാത്തതിന് പിന്നിൽ. ഇനി പിന്നെ തന്നെയല്ല, അപ്പോൾ എൻ്റെ കഴിവ് ഇത്തരം വീഡിയോകളിൽ ചെയ്യുന്നതിലാണ്. ഇങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാത്ത, അതായത് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ ഒന്നും ആ ഒരു രസക്കൂട്ടല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിലും മോഡേൺ ആയിട്ടുള്ള രസക്കൂട്ടാണ്. അപ്പോൾ ഞാനിനി പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല, അത് നഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെയല്ല, പുറകോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ചെന്ന് ചാടുകയും അതിലെനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതും ഞാൻ നോക്കണമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഹോൾഡുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വരുംവരായികളെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് വന്നാലും എനിക്കത് ഗുണമായിട്ട് വരികയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് വൈകാതെ ആളുകൾ ഇതിലോട്ട് എത്തിച്ചേരും. പക്ഷേ കുറച്ച് സമയം എടുക്കുമായിരിക്കാം, അതെനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ സക്സസ്ഫുൾ ആകാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 500 ചില്ലുവാനും വീഡിയോ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഷോർട്സും മറ്റ് വീഡിയോസും ഷോർട്ട് ഫിലിംസും എല്ലാം കൂടെ കൂട്ടി അത് 1000-ലോട്ട് ആക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. 1000 ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ യൂട്യൂബ് എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇങ്ങനെ ആൾക്കാരെ രണ്ട് രീതിയിൽ തരം തിരിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയും. അപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് ഞാൻ മോശമാണോ പറഞ്ഞത് നല്ലതാണോ പറഞ്ഞതെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ ആ വീഡിയോയോട് താല്പര്യം പ്രകടിപ്പിക്കുകയില്ല, അവർക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ എല്ലാ ആളുകളും നല്ല ആളുകളാണ്. അതിൻ്റെ നല്ല വശവും ചീത്ത വശവും മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് പോകുക എന്നുള്ളതാണ്. ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല, ആരെയും മോശമാക്കുന്നില്ല, ആരെയും ഉപേക്ഷിക്കുന്നില്ല, ആരെയും കൊന്നുകളയുന്നില്ല, ആരെയും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കെല്ലാവർക്കും വേണം, നമുക്കെല്ലാവരും വേണം. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നല്ല വശങ്ങൾ ഉയർത്തിക്കൊണ്ട് വരിക, ചീത്ത വശങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്.
അതല്ലാതെ പണ്ട് കാലങ്ങളിൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്നാ ഇത് ചീത്ത ചെയ്യുന്നു, അന്നാ ചീത്തവൻ പോട്ടെ എന്നുള്ളതല്ല. നന്മ ചെയ്യുന്നു, നല്ലവൻ, അവനെടുത്ത് തലയിൽ വെച്ചേക്കാം, അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം പുതിയ കാലഘട്ടത്തിലൂടെയാണ്, മോഡേൺ കാലഘട്ടത്തിലൂടെയാണ്, ആധുനിക യുഗത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ മാറ്റങ്ങളെല്ലാം സമൂഹത്തിനുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് പറ്റിയ പുതിയ സമൂഹത്തിന് പറ്റിയ സംഭവങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള തരത്തിലാണ് ഞാൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന കൂട്ടത്തിലൊക്കെ അവർ പറയാറുണ്ട്, എന്ത് പാടെ ചെയ്ത് കുറച്ച് വിഭാഗീയതയൊക്കെ ഉണ്ടാക്കുക, ആളുകളെയൊക്കെ തരംതിരിക്കും. ഞാനൊരിക്കലും അങ്ങനെ പറയത്തില്ല. എനിക്ക് ജന്മനാ തന്നെ അങ്ങനെ ഒരു സ്വഭാവം, ആൾക്കാരെ തട്ടിലാക്കുന്നതും തരംതിരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവമില്ല. എനിക്കെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് ഞാൻ പെരുമാറിയിരിക്കുന്നത്. ഒരു നഴ്സറി പഠിക്കുന്ന കൊച്ചുകുട്ടി വന്നാലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാലും ഞാൻ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറാറ്. അപ്പോൾ അതല്ലാതെ നഴ്സറി പഠിക്കുന്ന കൊച്ചിനെ കാണുമ്പോഴത്തേനും ഓടറാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുകയും ഉദ്യോഗസ്ഥൻ വരുമ്പോഴത്തേനും എന്ന് കാണിക്കുകയല്ല. ഇതിൻ്റെ ഒരു മധ്യഭാഗമുണ്ട്, അത് തന്നെ രണ്ട് കൂട്ടരോടും കാണിക്കും. ഒരു ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ എന്നെ ഹിബോൺ എന്ന് വിളിക്കാം, ഒരു നഴ്സറി പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ എന്നെ ഹിബോൺ എന്ന് വിളിക്കാം, രണ്ടിനും നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു മാറ്റം എൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷേ ഇപ്പോഴും സമൂഹം മാറാതെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ എന്താ പറയുക, ശാസ്ത്രത്തിൻ്റെ വളർച്ച ഇങ്ങനെ വന്നപ്പോഴത്തേനെ മനുഷ്യർക്ക് മാറാനൊരിച്ചിരി മടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യത്തിലൊക്കെ കുടുങ്ങി അവിടെ അങ്ങ് വിശ്രമിക്കുകയാണ്. ജീവിതം മാറ്റുവാൻ ആരും തയ്യാറാകുന്നില്ല ശാസ്ത്രത്തിനനുസരിച്ച്. അത് വൈകാതെ മാറ്റേണ്ടി വരും. അന്നേരം ഞാനൊക്കെ വാലിഡായിട്ടുള്ള ഒരു കണ്ടൻ്റായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഭാവി ഇരിക്കുന്നത്, അവിടെയാണ് എൻ്റെ സൗകര്യം ഇരിക്കുന്നത്, അവിടെയാണ് എൻ്റെ രക്ഷ ഇരിക്കുന്നത്, അവിടെയാണ് എൻ്റെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, പ്രതിഫലവും പ്രതിഷേധവും ഗവനിക്കാതെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയെങ്കിലുള്ള എന്തെങ്കിലും കിട്ടത്തുള്ളൂ, പണിയെടുത്തെങ്കിലല്ലേ ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പോൾ അവനവൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഭക്ഷിക്കാമെന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്നാ, എനിക്ക് കെമിസ്ട്രി ഇച്ചിരി അറ്റപ്പറ്റൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലാക്കി കുടിക്കാമായിരുന്നു. പോട്ടെ, കെമിസ്ട്രിയിൽ ചെറിയൊരു പാണ്ഡിത്യം ഉണ്ടായിപ്പോയി, അല്ലെ ചെറിയൊരു ഔട്ട്ലൈൻ കെമിസ്ട്രീനെ കുറിച്ച് ഉണ്ടായിപ്പോയി. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൻ്റെ, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താ പറയുക, അതായത് ഇത്രയൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഓർത്തേനെ എന്ന് തോന്നുന്നു. എന്തോ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് പിന്നീട് എപ്പോഴേലും പറയാമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു, ബൈ ബൈ.